അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷാമിൽ അതാ ഉമ്മുൽ ഖൈറിൻ്റെ അടുത്തെത്തി. ഉമ്മ, ഞാൻ പോകുവാണ്. എനിക്ക് നാട്ടിലേക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോകണം. എൻ്റെ ഉപ്പയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാണ് നാളെ. അതുകൊണ്ട് തന്നെ എനിക്ക് അപ്പോഴേക്കും അങ്ങ് എത്തണം. ഞാൻ എത്തിക്കഴിഞ്ഞാൽ അവ ഡിസ്ചാർജ് ചെയ്യും. മോന് പോവുകയാണോ? എന്നാൽ അവർ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഉമ്മുൽ ഖൈറിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേദനയും വിഷമവും. എന്തെന്നറിയില്ല. ആ പൊന്നുമോൻ എൻ്റെ ആരാണെന്ന് എനിക്കറിയില്ല. അത് എൻ്റെ എല്ലാമെല്ലാമാണ് അവന്. അതെ, ചില സമയത്ത് എനിക്ക് തോന്നിപ്പോവും എൻ്റെ പൊന്നുമോനാണെന്ന്. എനിക്ക് മക്കളില്ലല്ലോ. അതെ, ചിലപ്പോൾ തോന്നിപ്പോവും എൻ്റെ സഹോദര സ്ഥാനത്താണെന്ന്. എന്നാൽ ചില സമയത്ത് അവൻ്റെ സ്വഭാവം കാണുമ്പോൾ തോന്നും അത് തന്നെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തമുള്ള ഒരു വലിയ ആളാണെന്ന്. പ്രായം കൊണ്ട് എന്നേക്കാളും ശരിക്കും 15 വയസ്സോളം താഴെയാണ്. പറഞ്ഞിട്ടെന്താ, ചില സമയത്തെ പക്വത അത് അവരെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. റബ്ബേ. എന്നാൽ ഷാമിൽ പോവുകയാണെന്നറിഞ്ഞപ്പോൾ വല്ലാത്ത വിഷമായി ഉമ്മുൽ ഖൈറിന്. മോനെ ഷാമിൽ, ഉമ്മ ഞാൻ പോയിട്ട് വരാം ഇൻഷാ അല്ലാ. ഉപ്പയുടെ കാര്യം അത് ഇൻഷാ അല്ലാ ഒക്കെ റെഡിയാക്കണം. ഉപ്പ മോനെ എന്ന് പോയിട്ട് വരും. ശരി. അങ്ങനെയതാ അവരുടെ കൈകളിലുള്ള പണം സമ്മാനമായി നൽകുകയാണ്. സാധനങ്ങൾ വാങ്ങുവാൻ പോകുവാനോ ഒന്നും സമയമില്ലല്ലോ. എങ്കിലും ഉമ്മുൽ ഖൈർ പറഞ്ഞു, മോനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട്. ഉമ്മ വേണ്ടുമ്മ, തൽക്കാലം ഇപ്പം ഒന്നും വേണ്ട. എന്നാൽ മോനെ ഈ പണം കരുതൂ. പിന്നെ അത് മാത്രമല്ല, മോൻക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം കേട്ടോ, തീർച്ചയായും. എന്നാൽ ഷാമിൽ അവിടെ നിന്ന് പോരുമ്പോൾ അവർ വിതുമ്പിപ്പോയി. അല്ലാ ഷാമിൽ, എനിക്ക് ആരൊക്കെയാണ് റബ്ബേ? അതെ, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാത്ത ദാമ്പത്യ ജീവിതത്തിൽ അവൻ എനിക്ക് ആരൊക്കെയോ ആയി മാറിയിട്ടുണ്ട് പലവട്ടം. എൻ്റെ പ്രിയപ്പെട്ട, എനിക്കൊരിക്കൽ പോലും വെറുക്കാൻ കഴിയാത്ത, മറക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് ഷാമിൽ. പോയി മറയുമ്പോൾ ഉമ്മുൽ ഖൈർ നോക്കി നിന്നു. റബ്ബേ നീ കാക്കല്ല. അവർ ഹൃദയം പൊട്ടി കരഞ്ഞുപോയി. ഷാമിലത പോകുന്നു. അല്ലാ റഹ്മാനെ, നീ കാത്തു രക്ഷിക്കണേ. അവർ വീണ്ടും ദുആ ചെയ്തു. എന്നാൽ ഈ സമയം അതാ ഉമ്മുൽ ഖൈറിൻ്റെ വീട്ടിൽ ശരിക്കും സുലൈഖ പകലൊക്കെ നല്ല രീതിയിൽ അറബി അവളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും ഉമ്മുൽ ഖൈർ അത് നോക്കുകയോ ഒന്നും ചെയ്യാറില്ല. കാരണം മൂപ്പരെ കെയർ ഓഫിലേക്ക് വന്നതല്ലേ. അപ്പം പിന്നെ മൂപ്പര ഇഷ്ടം പോലെയാണ്. ഞാനൊരു ഭാര്യയായി ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ എനിക്കുള്ള ഇതെന്തെന്ന് വെച്ചാൽ, എൻ്റെ ഉപ്പ എനിക്ക് വിവാഹ സമ്മാനമായി നൽകിയ അജുവ ഈത്തപ്പഴത്തോട്ടം അത് എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം എന്നുള്ള പ്ലാനാണ് അദ്ദേഹത്തിനുള്ളത്. എൻ്റെ പിതാവ് തന്നതല്ലേ, അതിപ്പോൾ എന്തിനാ അവർ നോക്കുന്നത്? എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോൻക്ക് കൊടുക്കും, എൻ്റെ ഷാമിലിന്. അല്ലാതെ വേറെ ആർക്കാ എനിക്ക് കൊടുക്കാനുള്ളത്? അത് അവൻക്ക് കൊടുത്തോളും. ഞാൻ ഒരിക്കൽ പോലും അയാൾക്ക് ഞാൻ കൊടുക്കില്ല. അയാൾ അതിനു വേണ്ടിയിട്ടാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്, ഭാര്യ എന്നുള്ള പേരിൽ മാത്രം. പക്ഷേ ഭാര്യ എന്നുള്ള പേരിനപ്പുറം സ്നേഹത്തോടെ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു നോക്ക് ഇല്ല. മൂപ്പർക്ക് വേറെ കല്യാണം കഴിക്കണം എന്നുള്ള ചിന്തകൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. ഉമ്മുൽ ഖൈറിൻ്റെ മൗനം അതൊരു സ്ത്രീയുടെ വേദനയുടെ കഥയാണ്. ശരിക്കും അതെ, അറേബ്യയിലെ ആ ശാന്തമായ പട്ടണത്ത്, ഏകദേശം മദീനയുടെയൊക്കെ അടുത്തായിട്ടാണ്, സമീപത്തുള്ളൊരു ഗ്രാമത്തിലാണ്. അവിടെയാണ് ഉമ്മുൽ ഖൈർ എന്ന യുവതി താമസിക്കുന്നത്. അവർ സൗമ്യ സ്വഭാവമുള്ള, വളരെ ദൈവഭക്തിയുള്ള, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നൊരു സ്ത്രീയാണ്. പക്ഷേ അവളുടെ ജീവിതം പുറത്ത് കാണുന്ന പോലെ ഒന്നുമല്ല, മനോഹരമായിരുന്നില്ല. വലിയ കൊട്ടാരങ്ങളും അതിലുള്ളതല്ലെന്നും കാണുമ്പോൾ വിചാരിക്കും അവിടെ താമസിക്കുന്ന ഉമ്മുൽ ഖൈർ അവർ വളരെയധികം സമ്പന്നയായ സ്ത്രീയല്ലേ, അതുകൊണ്ട് തന്നെ നല്ല സുഖവും സമാധാനമായിരിക്കുമെന്ന് എല്ലാവർക്കും പുറമേ നിന്ന് നോക്കുന്നവർക്ക് തോന്നും. എന്നാൽ അവളുടെ ഭർത്താവ് ധനികനായ ആ വ്യാപാരി, അതെ, ഒരുപാട് ഈത്തപ്പഴത്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ അജ്വ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ ബീവിയുടെ കൈകളിലുള്ളത്. അവർക്കുണ്ടായിരുന്ന വലിയൊരു സമ്പത്ത് അതെല്ലാം അദ്ദേഹം പിടിച്ചു മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇനി അടുത്ത ലക്ഷ്യം അജ്വയാണ്. അതിനു വേണ്ടിയിട്ടാണ്. പക്ഷേ ഒരിക്കൽ പോലും അജ്വ കൊടുക്കാൻ ഇഷ്ടമല്ലായിരുന്നു നമ്മുടെ ഉമ്മുൽ ഖൈറിനെ. ഇല്ല,
അതുകൂടി കൊടുത്താൽ ഒരു പക്ഷേ ഞാനിവിടെ അടിമയെപ്പോലെ ജീവിക്കേണ്ടി വരും. അല്ലെങ്കിലും ഞാനിവിടെ അടിമയെപ്പോലെ തന്നെയാണല്ലോ. എനിക്ക് സാരമില്ല. തവക്കൽത്തു അലല്ലാ, എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കാണ്. റബ്ബേ, അജ്വ ഈത്തപ്പഴം എന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഈത്തപ്പഴങ്ങളിൽ ഒന്നാണ്. അത് എങ്ങനെയെങ്കിലും ഉമ്മുൽ ഖൈറിൻ്റെ കൈകളിൽ നിന്ന് തട്ടിയെടുക്കണം എന്ന് വിചാരിക്കൽ തുടങ്ങിയിട്ട് കുറേ ആയി. എന്താ ചെയ്യാം? എന്നാൽ ഉമ്മുൽ ഖൈറിൻ്റെ ആ തോട്ടം പിതാവ് വിവാഹ സമ്മാനമായി നൽകിയത് കൊണ്ട് തന്നെ ഒരിക്കൽ പോലും അത് അവൾ നൽകാൻ തയ്യാറായിരുന്നില്ല. അവളുടെ ഭർത്താവിൻ്റെ മനസ്സ് ഒരിക്കലും ഉമ്മുൽ ഖൈറിനൊപ്പം ഉണ്ടായിട്ടിരുന്നില്ല. എന്നാൽ മക്കളില്ല എന്നതിൻ്റെ പേരിൽ അയാൾ മറ്റൊരു വിവാഹത്തിന് വേണ്ടിയൊക്കെ തയ്യാറാവാൻ വേണ്ടി നിൽക്കുകയാണ്. അല്ലെങ്കിൽ വിവാഹം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഉമ്മുൽ ഖൈറിന് ചിലതൊക്കെ അറിയാം. മനസ്സിൻ്റെ ഉള്ളിൻ്റെ വല്ലാതെ അങ്ങ് വേദനിക്കും. പഠിച്ചവനെ റബ്ബേ. അവളതെല്ലാം ഓർത്തു. വിവാഹത്തിൻ്റെ ആദ്യ മാസങ്ങൾ കഴിഞ്ഞതോടെ ഉമ്മുൽ ഖൈർ സത്യങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. ഭർത്താവ് പലപ്പോഴും അവളോട് കടുപ്പമായി സംസാരിക്കും. നീ ഒന്നും ശരിയായി ചെയ്യില്ല, നിനക്കൊന്നും ബുദ്ധിയില്ല, ഇങ്ങനെ ഇവളെ നിരന്തരം അപമാനിച്ചു. ആ വാക്കുകൾ ഓരോന്നും അവളുടെ ഹൃദയം തകർക്കുന്ന കത്തി പോലെയായിരുന്നു. എന്നാൽ പല ഗദ്ദാമുകളുടെ മുമ്പിൽ വെച്ചും ഉമ്മുൽ ഖൈറിനെ അവഹേളിക്കുമായിരുന്നു. എങ്കിലും അവൾ സഹിച്ചു. കാരണം അവൾ വിശ്വസിച്ചത് വിവാഹം ഒരു ഉത്തരവാദിത്തമാണ്, അത് ക്ഷമിക്കണം എന്നതായിരുന്നു. പക്ഷെ നിരന്തരമായി ഭർത്താവ് അത് പറയും, അജ്വ ഈത്തപ്പഴം, അതിനുവേണ്ടി നീ ഒപ്പിട്ട് തരണം എന്ന് പറയും. ഉമ്മുൽ ഖൈറിൻ്റെ അഭിമാനമായിരുന്നു ആ അജ്വ ഈത്തപ്പഴത്തോട്ടം. ഓരോ സീസണിലും ആ തോട്ടത്തിൽ നിന്ന് വലിയ വരുമാനം തന്നെ ലഭിക്കും. പക്ഷെ അവളുടെ ഭർത്താവ് ഓരോ തവണയും പറഞ്ഞു, ഈ വരുമാനം എനിക്ക് വേണം. ഉമ്മുൽ ഖൈർ മൃദുവായി പറഞ്ഞു, ഇത് എൻ്റെ ഉപ്പ തന്നതല്ലേ, അതുകൊണ്ട് ഇതിന് കുറച്ച് പാവങ്ങൾക്കൊക്കെ ദാനം ചെയ്യുവാൻ വേണ്ടി. ഏത് പാവങ്ങൾ? ഇവിടെ ആരാ പാവങ്ങൾ? എത്രയോ ഉണ്ട് ഈ നാട്ടിലും മറുനാട്ടിലുമൊക്കെ ആയിട്ട്. പാവങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്തേ മതിയാവും. എന്നാൽ അജ്വ ഈത്തപ്പഴത്തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ക്യാഷ് കൊണ്ടായിരുന്നു ഷാമിലിനെ നല്ലൊരു വീട് വെക്കാനുള്ള പൈസ നമ്മുടെ ബീവി കൊടുത്തത്. എന്നാൽ പലപ്പോഴും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമെല്ലാം അദ്ദേഹം പിടിച്ച് പറിച്ച് വാങ്ങാൻ വേണ്ടി ശ്രമിക്കും. അധികവും അയാൾ എടുക്കും എന്ന് തന്നെ പറയാം. അവൾക്ക് അതിൽ നിന്ന് ഒന്നും ലഭിക്കാത്ത രീതിയിൽ ആയി തുടങ്ങുകയാണ്. അതെ, തോട്ടം തന്നെ അയാളുടെ പേരിലാക്കുകയാണ് ഇനി. എന്നാൽ ആ അറബി വീട്ടിൽ ഇരുണ്ട സത്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ അവിടെ ഗദ്ദാമയായി വീട്ടുജോലി ചെയ്യുന്ന ആ സ്ത്രീ ഒരിക്കൽ ഉമ്മുൽ ഖൈറിനെ നിശബ്ദമായി വിളിക്കുകയാണ്. അതെ മേഡം, മേഡം ഇവിടെ വരെ. എന്താ എന്നെ വിളിച്ചത്? നിങ്ങൾ ഈ റൂമിലേക്ക് നിങ്ങൾ. അതെ, എനിക്കൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിട്ടാണ്, അല്ലാതെ ഒരിക്കൽ പോലും ഈ റൂമിലേക്ക് ഞാൻ പ്രവേശിക്കില്ല. മാഡം, എനിക്ക് ശരിക്കൊരു കാര്യം പറയാണ്ട്. അവളുടെ ശബ്ദത്തിൽ ഭയമുണ്ടായിരുന്നു. ഉമ്മുൽ ഖൈർ ചോദിച്ചു, എന്താ കാര്യം? അവൾ പതുക്കെ പറഞ്ഞു, അതെ, നിങ്ങളുടെ ഭർത്താവ് മറ്റു സ്ത്രീകൾക്കൊപ്പം. വാക്കുകൾ പൂർത്തിയാക്കാൻ പോലും അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ഉമ്മുൽ ഖൈറിൻ്റെ ഹൃദയം പെട്ടെന്ന് മുറിഞ്ഞു. അതെ റബ്ബേ, അത് സാരമില്ല, നീ പോയിക്കോ. അള്ളാഹു എൻ്റെ ജീവിതത്തിൽ വിധിച്ചതായിരിക്കും. പക്ഷേ എൻ്റെ ഭർത്താവിനെ ഇന്നും ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. അയാളോട് കയർത്തൊന്നും ഞാൻ സംസാരിക്കാറൊന്നുമില്ല. എന്താ ചെയ്യുക? പക്ഷേ ചില ജന്മങ്ങൾ അങ്ങനെ ഉണ്ടാവും. മരിക്കുവോളം കണ്ണീരിൽ കഴിയുന്ന ജന്മങ്ങൾ. സ്വന്തം ഭാര്യ ഉണ്ടായിട്ടും മറ്റാളുകളോട് സഹവസിക്കുന്ന, കൂട്ടുകൂടുന്ന എത്രയോ ആളുകളുണ്ട്. പാവം ആ പെണ്ണ് കണ്ണീരോടെ തൻ്റെ ഭർത്താവിനെ സ്നേഹിക്കും, പക്ഷെ ഭർത്താവാണെങ്കിൽ ചതിക്കും. എന്നാൽ അവൾ എല്ലാം പടച്ച റബ്ബിൽ സമർപ്പിക്കുകയായിരുന്നു. അല്ലാഹ്. സുലൈഖ വന്നതിന് ശേഷം തന്നെ അത് അറബിയുടെ കാര്യത്തിൽ മാത്രം അവൾ നോക്കിക്കൊണ്ടിരിക്കും. എപ്പോഴും അറബിക്ക് വേണ്ടി ഓരോന്ന് ചെയ്തു കൊടുക്കും, അങ്ങനെയൊക്കെ. എന്നാൽ മറ്റേ ഗദ്ദാമക്ക് അത് പറ്റുന്നുണ്ടായിരുന്നില്ല വല്ലാതെ. അതുകൊണ്ട് സുലൈഖ ഇപ്പോൾ അവിടെ ആധിപത്യം സ്ഥാപിച്ചു വരികയാണെന്ന് തോന്നുന്നു. പക്ഷെ നല്ല രീതിയിൽ ജോലിയുണ്ട്. എന്നാൽ അതിനിടയിൽ ഇങ്ങനെയൊക്കെ ഓരോ പരിപാടികളും. എന്നാൽ ആ രാത്രിയിൽ അതാ ഉമ്മുൽ ഖൈറിൻ്റെ വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നു. അല്ലാഹ്, പഠിച്ചോനെ, അൽഹംദുലില്ലാഹ്. വാതിൽ തുറന്നു. നീയായിരുന്നോ? എന്ത് വിളിച്ചത്?
അതെ, ഞാൻ ഒന്നും മറച്ചു വെക്കണില്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ നിനക്ക് നിൻ്റെ ജോലി എടുത്താൽ പോരെ, എന്തിനാണ് മറ്റുള്ളവരിൽ ഇടപെടുന്നത് എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇന്ന് നിങ്ങൾ തന്നെ കാണണം, നിങ്ങൾ തന്നെ നേരിട്ട് കാണണം. നിങ്ങളുടെ ഭർത്താവും ആ സുലൈഖും തമ്മിലുള്ള ബന്ധങ്ങൾ നിങ്ങൾ തന്നെ കാണണം. ഉമ്മുൽ ഖൈർ വാതിലിൻ്റെ ചെറിയ ആ ഒരു ഹോൾസിലൂടെ നോക്കി. അവൾ കണ്ട കാഴ്ച അവളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചു. അവളുടെ ഭർത്താവ് വീട്ടുജോലി ചെയ്യുന്ന ഒരു സ്ത്രീയോടൊപ്പം. അതെ പഠിച്ചോനെ, എനിക്ക് കഴിയുന്നില്ല. ഉമ്മുൽ ഖൈർ വിറച്ചു പോയി. അവളുടെ കണ്ണുകൾ കണ്ണീർ നിറഞ്ഞു. അവൾ നിശബ്ദമായി പറഞ്ഞു, യാ അല്ലാ, ഇതെന്ത് പരീക്ഷണം അല്ലാ. അവൾ ആ രാത്രി മുഴുവൻ ഉറങ്ങിയില്ല. സുജൂദിൽ വീണു. അവളുടെ ആ ഒരു കരച്ചിലായി മാറി. പഠിച്ചവനെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഇങ്ങനെ ഒരു ഭർത്താവിനൊപ്പം എനിക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? ആ രാത്രി അവളുടെ ഹൃദയം ഒരു തീരുമാനത്തിലേക്കെത്തി. അതെ, നേരിട്ട് പലതവണ ബന്ധം ഒഴിയണമെന്ന് വിചാരിച്ചതാണ്. അല്ലെങ്കിലും മക്കളില്ലെന്ന് പറഞ്ഞ് എന്നെ ഉപദ്രവിക്കും, എന്നെ ആളുകളുടെ ഇടയിലിട്ട് വഷളാക്കും. റബ്ബേ. എന്നാൽ അവളും വലിയൊരു തീരുമാനം എടുക്കുകയായിരുന്നു. പഠിച്ചോനെ, ഇനി സഹിക്കാൻ കഴിയില്ല. അവൾ വിതുമ്പിക്കരഞ്ഞു, റബ്ബേ, ഭാര്യ എന്ന് പറഞ്ഞ് ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? എല്ലാം എടുത്തോട്ടെ, എല്ലാം അജുവ ഈത്തപ്പഴത്തോട്ടം എടുത്തോട്ടെ, എനിക്കൊന്നും വേണ്ട. അവൾ വിതുമ്പിക്കരഞ്ഞു. കാരണം ദുനിയാവിനോടുള്ള ആഗ്രഹം തന്നെ അവളിൽ നിലച്ചുപോയി എന്ന് തന്നെ പറയാം. ഇനി പറയണം, അതും കൂടി എടുത്തോളൂ, എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാം. എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഞാൻ ജീവിച്ചോളാം. ശരിക്കും സമ്പന്നയായിരുന്ന ആ ഒരു ഉമ്മുൽ ഖൈറിൻ്റെ തീരുമാനം അത് വല്ലാത്തൊരു വിഷമകരമായ തീരുമാനമാണ് അവൾ എടുക്കുന്നത് ആ രാത്രിയിൽ. എന്നാൽ പിറ്റേ ദിവസം ഉമ്മുൽ ഖൈർ നേരെ ഭർത്താവിൻ്റെ ആ റൂമിലേക്ക് ചെന്നു. ഒരു നിമിഷം ഉമ്മുൽ ഖൈർ കയറി വന്ന് കണ്ട് ഭർത്താവ് ഒന്ന് ഞെട്ടി. നീ എന്താ ഇവിടെ? നിന്നെ കാണാറ് പോലും ഇല്ലല്ലോ. എന്നെ കാണാൻ വന്നാലല്ലേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഞാനും നിങ്ങളും കാണുന്നത് ഹറാമല്ലേ? ഹറാമോ? എന്തിന്? അതെ, ഞാനും നിങ്ങളും ഒരിക്കൽ പോലും ഇനി നല്ലൊരു ജീവിതം ഉണ്ടാവില്ല. ഉമ്മുൽ ഖൈർ, അടങ്ങി ഒതുങ്ങി മിണ്ടാതെ അവിടെ ഇരുന്നോണം, മനസ്സിലായല്ലോ? അവിടെ പോട്. അല്ലാതെ ഇവിടെ വന്ന് നിന്റെ കള്ളക്കണ്ണീര് എന്തിനാ? അതെ, നിങ്ങളെൻ്റെ ഭർത്താവാണ്, പക്ഷേ എനിക്ക് ചിലത് ചോദിക്കുവാനുണ്ട്. ഉമ്മുൽ ഖൈർ കരഞ്ഞുകൊണ്ട് ഭർത്താവിനോട് ചോദിക്കുന്നു. സത്യം പറയണം എൻ്റെ മുമ്പിൽ. അതെന്താ, നീ എന്നെ കൊണ്ട് സത്യവും പറയിപ്പിക്കാൻ? സത്യമായിട്ടും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടോ? അദ്ദേഹം കോപത്തോടെ പറഞ്ഞു. ഓ, അവൾക്ക് ചോദിക്കാൻ കണ്ടൊരു ചോദ്യം. അതെ, ഉണ്ടെങ്കിലെന്താ നിനക്ക്? ആ വാക്കുകൾ കേട്ട് അവളുടെ മനസ്സ് തകർന്നു. അവൾ ശാന്തമായി പറഞ്ഞു, ഇല്ല, കഴിയില്ല. എന്താടി നിന്റെ മുതലക്കണ്ണീര്? ഞാൻ നിന്റെ ഇഷ്ടമുള്ള പോലെ ഇവിടെ ചെയ്യും. അത് നിനക്കെന്താ? അതെ, തികച്ചും തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. ആര് പറഞ്ഞു? ഞാൻ നിക്കാഹ് കഴിച്ചിട്ടുണ്ടെങ്കിലോ? ഇല്ല, നിങ്ങൾ അത്രക്കും മോശമായ രീതിയിലാണ്. മിണ്ടിപ്പോവരുത്, നടക്ക് അങ്ങോട്ട്. നീ എന്തിനാ ഇവിടേക്ക് ഇറങ്ങുന്നത്? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട്? കയറിപ്പോ എന്ന് പറഞ്ഞ് ഉമ്മുൽ ഖൈറിനെ ആട്ടി വിടുകയായിരുന്നു. എന്നാൽ അവൾ ആ ഒരു കാര്യം പറയുകയാണ്. അതെ, ഇനി ഞാൻ നിങ്ങളോടൊപ്പം ജീവിക്കാൻ എനിക്ക് കഴിയില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളത് പറയുന്നു. അവൾ നേരിട്ട് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇപ്പം നേരിട്ട് എത്തിക്കണ്. അതെ, നീ എത്ര കരഞ്ഞ് കുളിച്ചിട്ടും കാര്യമില്ല. അജുവ ഈത്തപ്പഴത്തോട്ടം ഒരിക്കൽ പോലും നിനക്ക് വിട്ടുതരില്ല. എന്ന് മാത്രമല്ല, നീ എവിടെ പോയാലും വേണ്ടില്ല, അതൊരിക്കലും വിട്ടുതരാൻ ഞാൻ തയ്യാറല്ല. പോടി അകത്ത്. തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു ആജ്ഞ അത് കേട്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. എന്നാൽ ആ നിമിഷം തന്നെ ഉമ്മുൽ ഖൈർ പറയുന്നു, നിങ്ങളുമായുള്ള ബന്ധത്തിന് ഞാൻ ഇനി തയ്യാറല്ല, എനിക്കതിന് കഴിയില്ല. അവൾ വിതുമ്പിക്കൊണ്ട് അതും പറഞ്ഞ് റൂമിലേക്ക് പോയി. എന്തായിരിക്കും അവരുടെ തീരുമാനം? അതെ, എപ്പോഴും ചീത്ത പറയുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഭർത്താവ്, ഏതെങ്കിലും സ്ത്രീകളെ കാണുമ്പോൾ അവരുമായി ബന്ധം പുലർത്തുന്ന ഭർത്താവ്. എന്തിന് റബ്ബേ? ഒരിക്കൽ പോലും തന്നോട് തൻ്റെ ഇഷ്ടങ്ങളും ഒന്നും പറയാത്ത, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങളൊന്ന് കേൾക്കുവാനോ എന്നെ മനസ്സിലാക്കുവാനോ കഴിയാത്ത എൻ്റെ ഭർത്താവ്.
റബ്ബേ, കഴിയില്ല, എനിക്ക് കഴിയില്ല. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഇനിയുള്ള ജീവിതം എനിക്ക് സഹിക്കാൻ കഴിയില്ല. നമ്മുടെ ഉമ്മുൽ ഖൈർ പുതിയൊരു തീരുമാനം എടുക്കുകയാണ്. എന്തായിരിക്കും ആ തീരുമാനം? ആ അറബിയുടെ കൂടെ ജീവിച്ചാൽ വല്ല കാര്യവുമുണ്ടോ? ഉള്ള സ്വത്തുക്കളെല്ലാം അദ്ദേഹം നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ ഇപ്പോഴുള്ള അജ്വ ഈത്തപ്പഴത്തിലാണ് അയാളുടെ കണ്ണുകൾ. ബിസിനസ്സിന് വേണ്ടി ഒരുപാട് ഇറക്കും. ചിലപ്പോൾ ശരിക്കും ലാഭം അല്ലെങ്കിൽ നഷ്ടം, അങ്ങനെയൊക്കെ. ഒരു നിമിഷം ഉമ്മുൽ ഖൈർ വിചാരിച്ചു, മോന് പോയിട്ടുണ്ടോ ആവോ, കയറിയോ ആവോ. ഷാമിലിനെ കുറിച്ച് അപ്പോഴും അവർക്ക് സങ്കടമായിരുന്നു. എന്നാൽ അത്രക്കും ദേഷ്യം പിടിച്ചുകൊണ്ട് ഭർത്താവ് അവളുടെ നേരെ, നിനക്ക് എന്താടി വേണ്ടത്, നിനക്ക് എന്താ വേണ്ടത്, അജുവയോ, അതല്ല നിന്റെ അപ്പുറം ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞ് അവളുടെ നേരെ കയ്യോങ്ങിക്കൊണ്ട് വരുമ്പോൾ അല്ലാ എന്ന് പറഞ്ഞ് അവർ പടച്ചെറുമ്പിൽ തവക്കലാക്കുകയായിരുന്നു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.